കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ഞായറാഴ്ചയോടെ അറിയാം. കോൺഗ്രസ് എംഎൽഎമാരെ ഒറ്റയ്ക്കു കണ്ട് AICC നിരീക്ഷകർ അഭിപ്രായം തേടി. 48 പേരുടെ പിന്തുണയുണ്ടെന്നാണ് KC പക്ഷത്തിന്റെ അവകാശവാദം. 35 പേരുടെ പിന്തുണയുണ്ടെന്ന് VD സതീശൻ പക്ഷവും 23 പേരുടെ പിന്തുണയുണ്ടെന്ന് ചെന്നിത്തല വിഭാഗവും അവകാശപ്പെടുന്നു. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ തുടങ്ങിയ എംപിമാരും നിരീക്ഷകരെ നിലപാട് അറിയിച്ചു. The final decision will be from the Congress High Command. ആ ഏത് തീരുമാനമാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്നത് ആ തീരുമാനം അന്തിമ തീരുമാനമായിരിക്കും. ആ തീരുമാനത്തോടൊപ്പം നിൽക്കാനുള്ള രാഷ്ട്രീയ ബോധവും സംഘടനാ ഉത്തരവാദിത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസിലെ എല്ലാ സ്നേഹിതന്മാർക്കും ഉണ്ടെന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. സുഗമമായ തീരുമാനം വരും, ഒരു തർക്കം വേണ്ട. സുഗമമായ തീരുമാനം ഉണ്ടാകും. കീഴ്വഴക്കം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. യുക്തമായ തീരുമാനം നിർബന്ധമായി ഉണ്ടാകും. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത്. യുക്തമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. ജനവികാരം എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ഉയർത്തി വിടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അല്ല, ജനവികാരവും കൂടി മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ ഒറ്റപ്പേരിലല്ല, മറിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനത്തിലെത്താനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എന്ന് AICC നിരീക്ഷകൻ അജയ് മാക്കൻ. റിപ്പോർട്ട് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. Talk to all the MLAs one by one, and now we are going back with our report to Delhi, and we'll submit our report in Delhi late tonight or tomorrow early morning. No, we don't have any name. We have only one line resolution. You will come to know it very soon. We are going back to Delhi. Nothing, no time in the past also. It has happened so fast. വിവരങ്ങളുമായി ആർ റോഷിപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, MLAമാരുടെ പിന്തുണയാണോ അതോ ജനവികാരമാണോ, ഘടകകക്ഷികളുടെ പിന്തുണയാണോ, സാമുദായിക സമവാക്യങ്ങളാണോ ഈ തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിൽ നിർണായകമാവുക എന്നതാണ് ചോദ്യം. മാധു, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് AICCയുടെ നിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തുകയും പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച MLAമാരുടെ അഭിപ്രായം ആരായുകയും ചെയ്ത മുഗൾവാസിക്കും ഒപ്പം അജയ് മാക്കനും ഏതാണ്ട് രാവിലെ 10:30 തുടങ്ങിയ കൂടിക്കാഴ്ച 2 മണിവരെ നീണ്ടു. പിന്നീട് ഘടകകക്ഷി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നിലവിൽ 63 MLAമാരിൽ 48 MLAമാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദമാണ് KC പക്ഷം ഉയർത്തുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല പറയുന്നത് 23 MLAമാരുടെ പിന്തുണയാണ്. 25 MLAമാരുടെ പിന്തുണ അതിൽ KC വേണുഗോപാലിനും 23 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലക്കുണ്ടെന്നും 8 MLAമാരുടെ പിന്തുണയാണ് VD സതീശനുണ്ടെന്ന് രമേശ് ചെന്നിത്തല ക്യാമ്പ് പറയുന്നത്. അതേസമയം തന്നെ VD സതീശൻ ക്യാമ്പ് അവകാശപ്പെടുന്നത് 35 MLAമാരുടെ പിന്തുണയാണ്. ഏതായാലും MLAമാരുടെ പിന്തുണ സംബന്ധിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ നിരീക്ഷകന്മാർ അത് ഹൈക്കമാൻഡിന് കൈമാറും. ഘടകകക്ഷി നേതാക്കൾ ഏതാണ്ട് വൈകിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഏതായാലും ഇതിനിടയിൽ തന്നെ വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടും. ഇന്ന് KPCC ഓഫീസിന് മുന്നിൽ തന്നെ വലിയ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് KC വേണുഗോപാലിനെ അനുകൂലിച്ചാണ്. നഗരത്തിലെമ്പാടും പലതരത്തിലുള്ള ബോർഡുകൾ പല നേതാക്കളെ അനുകൂലിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡിന് മുന്നിൽ MLAമാരുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് പ്രഥമ പരിഗണന നൽകും. അതിനു പുറമെ മറ്റ് സാധ്യതകൾ പരിശോധിക്കും. പരിചയ സമ്പത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. സർക്കാരിനെ ഐക്യത്തോടെ കൊണ്ടുപോകാൻ കഴിയണം. വെല്ലുവിളികൾ അത് അതിജീവിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ആയിരിക്കും ചുമതല ഏൽപ്പിക്കുക. ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ കോൺഗ്രസ് തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. 10-ാം തീയതി മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്.